എനിക്ക് ഡോക്ടറേറ്റ് അമ്മ അവാർഡ് ചെയ്ത് തന്നത്. അപ്പം അങ്ങനെ ഈ PhD ഞാൻ എടുത്തിരിക്കുന്ന കൊമേഴ്സിലാണ്. ടോപ്പിക്ക് ഇൻഫ്ലുവൻസ് ഓഫ് റീറ്റെയിൽ തെറാപ്പി ഓൺ കൺസ്യൂമേഴ്സ് മൂഡ് വേരിയേഷൻസ് എ കേരള പെർസ്പെക്റ്റീവ്. കേരള പെർസ്പെക്റ്റീവ് സ്റ്റഡിയാണ്, പക്ഷേ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലെ ആദ്യത്തെ സ്റ്റഡിയാണ് ഇത്. അങ്ങനെ ഈ 5 വർഷമാണ് സാധാരണ ഒരു ടേമായിട്ട് വരുന്നത്. ആ ടേമിൽ ഞാൻ തീസിസ് ഒരു ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഗൈഡ് ഒട്ടും സഹകരിച്ചിരുന്നില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയാത്തത് അത് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ്. ഗൈഡ് ഹറാസ് ചെയ്യുമായിരുന്നു, അതിൻ്റെ റിവ്യൂ ചെയ്ത് തരില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അങ്ങനെ പോയൊരു സമയത്ത് പിന്നെ 5 വർഷം കഴിഞ്ഞു. വീണ്ടും എൻ്റെ എക്സ്റ്റൻഷൻ മേടിക്കണം. എക്സ്റ്റൻഷന് വേണ്ടി നിരവധി തവണ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സെക്ഷനിലുള്ള ആളുകൾ ഒരു ഹെഡൊക്കെ അദ്ദേഹവും വളരെ ഹറാസിങ്. അദ്ദേഹവും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്തു തരുന്നില്ല. വീണ്ടും ഒരു 3 വർഷം എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടും ഒക്കെ പോയി. 8ാം വർഷമായപ്പം യൂണിവേഴ്സിറ്റി എൻ്റെ ഫയൽ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു, നിനക്കിനി PhD എടുക്കാനൊന്നും പറ്റത്തില്ല. മാർച്ച് 25 വീണ്ടും യൂണിവേഴ്സിറ്റി ഓരോ പ്രാവശ്യം പിന്നീട് യൂണിവേഴ്സിറ്റി പോകുമ്പോഴും ഞാൻ ഗൈഡിൻ്റെ അടുത്ത് പോകുമ്പോഴും ആരും കാണാതെ അവരുടെയൊക്കെ ടേബിളിലും സെക്ഷൻ ഓഫീസറുടെ ടേബിളിലും അതുപോലെ തന്നെ ഗൈഡിൻ്റെ ടേബിളിലും യൂണിവേഴ്സിറ്റിയുടെ വരാന്തയുടെ സൈഡിലും ഒക്കെ ഉപ്പ് വെതറി. രജിസ്ട്രാറെ കാണുന്നുണ്ട്, പക്ഷേ ആ പഴയ രജിസ്ട്രാറല്ല, മുഴുവൻ ഭാവപ്പകർച്ചയാണ്. അവരുടെ ഫേസിൽ മൊത്തം ഭാവപ്പകർച്ചയാണ്. അവർ ഫുൾ ബ്ലൂ കളർ സാരി, ഒരു പ്രിൻറ്റ് പോലും ഇല്ല, അവർ മുഴുവൻ ബ്ലൂ നിറത്തിലൊരു സാരി എടുത്ത് അവിടെ എന്നോട് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവർ ഓക്കെ നീ ഇവിടെ ഇരിക്കില്ല. പെട്ടെന്ന് തന്നെ അവിടെ സെക്ഷനിൽ നിന്നുള്ള റിസർച്ച് സെക്ഷനിൽ നിന്നുള്ള സ്റ്റാഫിനെ വിളിപ്പിക്കുന്നു. അവർ ചോദിച്ചു, ഇവൾ എന്ത് കാരണം കൊണ്ടാണ് ഇവളുടെ ഡോക്യുമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാതെ ഇവളെ സബ്മിഷൻ പെർമിറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അങ്ങനെ 4ാം പൊക്കം വൈവാവോസി നടക്കുന്നു. അതിനുശേഷം 5ാം പൊക്കം ഞാൻ അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അറിയുന്ന കാഴ്ച, ആ സെക്ഷൻ ഹെഡ് അവിടെ ഇരിപ്പില്ല, അദ്ദേഹം സസ്പെൻഷനിലായി. 23-ാം തീയതി പ്രിൻ്റ് ഹൗസിൽ നിന്ന് എൻ്റെ ഗൈഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിൻ്റ് ഹൗസിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ചെയ്യാൻ കൊടുത്തിരുന്ന 8 കോപ്പീസ് ഓഫ് തീസിസിലും സൈൻ ചെയ്തിട്ട് ഗൈഡ് അവിടെ നിൽക്കുവാണ്. ഈ തീസിസിൽ 3 ഇവാലുവേറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ തീസിസ് നോക്കിയത്. അമ്മയാ തീസിസ് എഴുതിയത്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കും? അത് കറക്ഷൻ പോലും ഇല്ലാതെയാണ് ആ തീസിസ് വന്നത്. അങ്ങനെ രാജ്കോട്ട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഒക്കെ അപ്രിസിയേഷനോടുകൂടിയാണ് ആ തീസിസിനെ പറ്റി പറഞ്ഞത്. ഇതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ആദ്യത്തെ